നമസ്കാരം. കൃത്യസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഓട്സ് കൊണ്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ്. എന്നാൽ ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ്. വൈറ്റമിനുകളാലും ആൻറ്റി ഓക്സിഡൻസിനാലും സമ്പുഷ്ടമാണ് ഓട്സ്. പ്രതിരോധശേഷി കൂട്ടാനും അതുപോലെ ക്യാൻസർ പോലുള്ള അസുഖങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കാനും ഓട്സിന് കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നത് വഴി ഹൃദയാരോഗ്യത്തിനും ഇത് വളരെയധികം സഹായിക്കുന്നു. ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും അതുപോലെ അമിതവണ്ണമുള്ളവർക്ക് അത് കുറച്ചെടുക്കാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഓട്സ്. അപ്പോൾ നമുക്കൊന്ന് റെസിപ്പിയിലേക്ക് പോയിട്ട് വന്നാലോ. അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് 1/2 കപ്പ് ഇൻസ്റ്റൻറ്റ് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഡയറ്റൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത് റോൾഡ് ഓട്സ് ആണ്. ഇനി നമുക്ക് 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. നല്ല സ്മെല്ലൊക്കെ വരും. ആ സമയം വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇനി കാണിക്കാം. ഇതിപ്പോൾ നല്ലവണ്ണം തന്നെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. റോസ്റ്റ് ചെയ്ത ഓട്സ് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനായിട്ട് ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് നെയ്യൊക്കെ എല്ലാ ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിനൊപ്പം തന്നെ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും ഓയിലും കൂടെ ഒഴിച്ചത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി മുറിച്ചതും അതുപോലെ ഒരു 2-3 വെളുത്തുള്ളി ചെറുതായി നുറുക്കിയതുമാണ്. ഇത് നമുക്ക് നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ജീരകമാണ്. ജീരകത്തിൻ്റെ അളവ് കൂടി പോകരുത്, വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ല ജീരകമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയുടെ പകുതി ചെറുതായി നുറുക്കിയതാണ്. ഇതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. സവാള നമ്മൾ വഴറ്റുക എന്ന് പറയുമ്പോൾ ഗോൾഡൻ ബ്രൗൺ കളർ വരെയൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടുമ്പോൾ നമുക്കിതിനകത്തേക്ക് നമുക്കിഷ്ടമുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരുവിധം വഴന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായി നുറുക്കിയതാണ്. ഇതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം. നമ്മളുടെ കയ്യിൽ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ബീൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ക്യാബേജ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. നമ്മുടെ കുട്ടികൾ കഴിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വലിയവർക്കും കഴിക്കാവുന്നതാണ് കേട്ടോ. ഇത് വളരെ ടേസ്റ്റിയാണ്. അത് മാത്രമല്ല വളരെ ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ അതിനകത്തേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞ ക്യാപ്സിക്കം ആണ്. എൻ്റെ കയ്യിൽ പച്ച ക്യാപ്സിക്കം ഇല്ല, മഞ്ഞ ക്യാപ്സിക്കമാണ് ഉണ്ടായിരുന്നത്. ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാം. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ പച്ചക്കറികളൊന്നും കഴിക്കില്ല. ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് കുട്ടികൾ പച്ചക്കറികളൊക്കെ കഴിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു 1/2 കുക്ക് ആയാൽ മതി കേട്ടോ. നമുക്കിത് കഴിഞ്ഞത് കുക്ക് ചെയ്യാനുള്ളതാണ്. 1/2 കുക്ക് ആയാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് 1/2 കുക്കാക്കി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഓട്സ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ 3 ഇരട്ടി വെള്ളമാണ് എടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഓട്സ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും വെള്ളം എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും. റോൾഡ് ഓട്സ് ആകുമ്പോഴേക്കും കുറച്ചും കൂടി കുക്കിംഗ് ടൈം നമുക്ക് വേണം. അപ്പോൾ അതിനനുസരിച്ച് വെള്ളവും വേണം. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ്. 1/2 കപ്പ് ഓട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ 1/2 കപ്പിന് 3 കപ്പ് വെള്ളമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് തിളച്ച് കിട്ടും. ഇതൊരുവിധം തിളച്ചൊക്കെ വരുന്നുണ്ട്. ഇതിനകത്തേക്ക് പച്ചക്കറികൾ സെലക്ട് ചെയ്യുമ്പോൾ പല തരത്തിലുള്ള പച്ചക്കറികൾ നമുക്കിഷ്ടമുള്ള പച്ചക്കറികൾ സെലക്ട് ചെയ്യാം. ക്യാപ്സിക്കം ഒക്കെ ഗ്രീൻ ക്യാപ്സിക്കം കിട്ടിയാൽ അത് തന്നെയായിരിക്കും കേട്ടോ നല്ലത്. ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഓട്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓട്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെക്കണം. കാരണം ഇനി ഇതിൽ കിടന്നിട്ട് ഓട്സ് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടണം. അതുപോലെ തന്നെ വെജിറ്റബിൾസ് നമ്മൾ ഹാഫ് കുക്ക് ചെയ്തിട്ടേ ഉള്ളൂ. വെജിറ്റബിൾസും ഒന്ന് നമുക്ക് കുക്കായി കിട്ടണം. ഇതിപ്പോൾ ഒന്ന് തിളച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഈ സമയത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ആകുമ്പോഴേക്കും കുരുമുളക് പൊടിയുടെ അളവ് വളരെ കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു മൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇൻസ്റ്റൻറ്റ് ഓട്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറന്നു പോകരുത്. ലോ ഫ്ലെയിമിലല്ല വെച്ചിരിക്കുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് തിളച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് വറ്റിപ്പോവും. പക്ഷെ നമുക്ക് ഓട്സ് ഒന്നും കുക്കായി കിട്ടുമില്ല. ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് അടച്ചു മൂടി കുറച്ച് സമയത്തേക്കും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓട്സ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലവണ്ണം തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള കുരുമുളക് പൊടി കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൊത്തത്തിൽ 2.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. ചെറുതായി നുറുക്കിയെടുത്ത മല്ലിയില കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? മല്ലിയിലയും കൂടെ വന്നപ്പോഴേക്കും അതാകെ നല്ല കളർഫുള്ളായിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇനി കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ കുട്ടികൾക്ക് നൂഡിൽസൊക്കെ ആണല്ലോ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിന് പകരം ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ ഹാർട്ട് പേഷ്യൻസിനും ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഒക്കെ വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും ഒക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. 2 പേർക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴിക്കാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഈ 1/2 കപ്പ് ഓട്സ് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓട്സ് റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ കാണിച്ചത്. എല്ലാവരും പാലും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് ഓട്സ് എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. ഇതുപോലെ വെറൈറ്റി രീതിയിലൊന്ന് ഉണ്ടാക്കിയെടുത്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടിക്കൊണ്ടിരിക്കും.